മകളെ, ജെറുസലം വചന കൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി മാതാവിൻ്റെ രണ്ടാമത്തെ വ്യാകുലത്തെക്കുറിച്ച് ഓർക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന സർവരെയും മാതാവിൻ്റെ കോടി അർച്ചനയിലേക്ക് സമർപ്പണം ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബപരമായ ജീവിതത്തിലും ധാരാളം സങ്കടങ്ങളുണ്ടാകാൻ ദൈവം ഇടവരുത്തുമ്പോൾ പരീക്ഷകളിൽ തകരാതെ മുന്നോട്ട് പോകണമെങ്കിൽ പരിശുദ്ധ അമ്മയുടെ സഹായം ആവശ്യമാണ്. ഇതാ മാതാവ് ഈ കോടിയർച്ചനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന, മാതാവിൻ്റെ രണ്ടാമത്തെ വ്യാകുലത്തെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സർവ്വമക്കളുടെയും ഭവനത്തിൽ യാത്രയാകുകയാണ്. നമ്മുടെ വേദനകളും സങ്കടങ്ങളും ഒക്കെ പരിഹരിക്കുവാൻ സ്വപ്നത്തിലൂടെ, വചനത്തിലൂടെ നമ്മൾ സംസാരിക്കുമ്പോൾ അത് അനുസരിക്കാനായിട്ടുള്ള ഒരു മനസ്സിൻ്റെ മനോഭാവം നമുക്കുണ്ടാകണം. ഇന്നിതാ കർത്താവ് നമുക്ക് തരുന്ന വചന സന്ദേശം മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 13-ാം വാക്യം. കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ജോസഫിനോട് പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക. ഇന്ന് മാതാവിൻ്റെ രണ്ടാമത്തെ വ്യാകുലം ഈജിപ്തിലേക്കുള്ള പലായനമാണ്. സ്വപ്നത്തിൽ കിട്ടിയ സന്ദേശമനുസരിച്ച് ഈജിപ്തിലേക്ക് തിരുക്കുടുംബം യാത്രയാകുകയാണ്. ഈശോയെ കാത്തുരക്ഷിക്കാൻ വേണ്ടി എന്തെല്ലാം ത്യാഗമാണ് മാതാവും യൗസേപ്പിതാവും എടുക്കുന്നത്. ഈശോ എന്നിൽ വളരുവാനുള്ള തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? പാപസുഖങ്ങൾ ഉണ്ടോ? മദ്യപാനം, അതുപോലെ തന്നെ ലഹരി വസ്തുക്കളുടെ ഉപയോഗങ്ങൾ, ആഭിചാര പ്രവർത്തികൾ, ക്ഷുദ്ര പ്രവർത്തികൾ, പാപസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? തിന്മയുടെ മാർഗങ്ങളിൽ തന്നെയാണോ ഇപ്പോഴും നീ വ്യാപരിക്കുന്നത്? അത് കൈവെടിയുവാനായിട്ട് മാതാവ് പലരോടും ആവശ്യപ്പെടുന്നുണ്ടല്ലോ. എന്നിട്ട് ദൈവിക സ്വഭാവം അണിയാൻ, സ്നേഹം, സമാധാനം, ആനന്ദം, ക്ഷമ, ദയ, നന്മ ഇവ അണിയുവാനായിട്ട് മാതാവ് ആവശ്യപ്പെടുകയാണ്. ഈശോയെ വളർത്തുന്ന ഒരു ഹൃദയവും ഈശോയെ വളർത്തുന്ന ഒരു കുടുംബമായി തീരുവാൻ മാതാവിത നിന്റെ അടുത്ത് വന്നു നിൽക്കുന്നു. ഇതാ മാതാവ് സന്ദർശിക്കുന്ന ഭവനമായി മാറട്ടെ. മാതാവ് അനുഗ്രഹിക്കുന്ന കുടുംബമായി മാറട്ടെ. മാതാവിൻ്റെ സന്നിധിയിൽ നിന്ന് ഒരു സ്വർഗീയ കുടുംബത്തെ വാർത്തെടുക്കാൻ, പാപസുഖങ്ങളെ വിട്ടുപേക്ഷിച്ച് തിന്മയുടെ മാർഗങ്ങളെ വിട്ടുപേക്ഷിക്കുവാനുള്ള പ്രത്യേകമായ വരവും കൃപയും നൽകി അനുഗ്രഹിക്കട്ടെ. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.